എത്ര കിടന്നിട്ടും ഉറക്കം കിട്ടുന്നില്ല ഡോക്ടറെ. പലരും ഇന്ന് എൻ്റെ അടുത്ത് വന്ന് പറയുന്ന ഒരു കോമൺ ആയിട്ടുള്ള പ്രശ്നമാണ്, എത്ര കിടന്നിട്ട് ഉറക്കം കിട്ടുന്നില്ല, ഒരുപാട് സമയം കിടന്നിക്കുന്നുണ്ട്. അതേപോലെ തന്നെയാണ് രാവിലെ ഞാൻ ഒരുപാട് പകൽ സമയത്ത് നല്ല പണിയെടുക്കുന്നതിന് മാത്രമല്ല പകൽ അങ്ങനെ റെസ്റ്റോ ഉറക്കമോ ഒന്നുമില്ല. പക്ഷേ എന്താണെന്നറിയില്ല, രാത്രി കിടന്നിട്ടുണ്ടെങ്കിൽ ഉറക്കം കിട്ടുന്നില്ല. ഇനി ഉറങ്ങിയാൽ തന്നെ പെട്ടെന്ന് ഞെട്ടി എണീക്കുന്ന അവസ്ഥ. ഇനി രാവിലെ ഉറങ്ങി എണീറ്റാൽ തന്നെ നല്ല ക്ഷീണം, ബുദ്ധിമുട്ട്, ജോലിയെടുക്കാൻ പറ്റുന്നില്ല. ഇങ്ങനത്തെ പല പ്രയാസങ്ങൾ ഇന്ന് പൊതുവായിട്ട് ഇന്ന് എന്ത് ചെയ്യുന്നുണ്ട്, പലരെയും ബാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ അറിയേണ്ട ഒരു സംഗതിയാണ്, ഈ ഉറക്കം പലതരത്തിൽ നമ്മളെ ബാധിക്കുന്നുണ്ട്. ഷുഗർ കൂട്ടാൻ കാരണമാകുന്നുണ്ട്, അതേപോലെ ഉറക്കക്കുറവ് കേട്ടോ, ഇപ്പോൾ ഷുഗർ കൂട്ടാൻ കാരണം BP കൂടാൻ കാരണമാകുന്നുണ്ട്, നമുക്കൊരു ഓർമ്മശക്തി നഷ്ടപ്പെടുന്നതിന് കാരണമാകുന്നുണ്ട്, നമ്മുടെ കോൺഫിഡൻസ് നഷ്ടപ്പെടുന്നതിന്, അങ്ങനെ പലതരത്തിൽ ഫിസിക്കലും മെൻ്റലും സോഷ്യലും നമ്മൾ നല്ലോണം ബാധിക്കുന്നതാണ്. അതുപോലെ പെട്ടെന്ന് അസുഖങ്ങൾ വരിക, ഇതിനൊക്കെ ഒരു കാരണമാണ് ഈ ഉറക്കക്കുറവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഉറക്കക്കുറവ് നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും, നല്ല സ്ലീപ്പ്, നല്ല ഗാഢ നിദ്ര കിട്ടാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഇത് ഉറങ്ങാതിരുന്നാൽ എന്തൊക്കെ ശരീരങ്ങൾ ബുദ്ധിമുട്ടുകളുണ്ടാകും, എന്തൊക്കെ അസുഖങ്ങൾ വരാൻ കാരണമാകും തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഈ ചെറിയ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ പേര് ഡോക്ടർ സിറാജ്, മെഡിക്കൽ ഓഫീസർ QNB ഹെൽത്ത് കെയർ കൊടുവള്ളി. നമ്മൾ പലപ്പോഴും ഇന്ന് ലേറ്റായിട്ട് കിടക്കുന്ന ആളുകൾ പലരുള്ളത്, അതുപോലെ ഇനി നേരത്തെ കിടക്കുന്ന ആളുകളാണെങ്കിൽ പോലും ഉറങ്ങുന്നത് ലേറ്റായിട്ടാണ്. ഞാൻ പേഷ്യൻസിൻ്റെ അടുത്ത് വന്ന് പറയാറുണ്ട്, എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ ചോദിക്കും, നിങ്ങൾ എപ്പോഴാണ് കിടക്കാറുള്ളതെന്ന് ആദ്യം ചോദിക്കും. അപ്പോൾ ഒരു ഡോക്ടർ ഞാനൊരു 10 മണിയൊക്കെ ആകുമ്പോൾ കിടക്കുമെന്ന് അറിയും. അപ്പോൾ ഞാൻ തിരിച്ചു നിങ്ങൾ എപ്പോഴാണ് ഉറങ്ങാറ് എന്നോട് ചോദിക്കും. അത് ചിലപ്പോൾ 1 മണിയൊക്കെ ആവും എന്നുള്ളതാണ്. അപ്പോൾ കിടക്കുന്ന സമയം ഇപ്പോൾ വേറെയാണ്, ഉറങ്ങുന്ന സമയം വേറെയാണ്. പണ്ട് ഡോക്ടേഴ്സിനോട് അങ്ങനെ ചോദിക്കേണ്ട ആവശ്യമില്ലായിരുന്നു, നിങ്ങൾ എപ്പോഴാണ് കിടക്കണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെ ആയിരിക്കും അവർ ഉറങ്ങുക, അതൊരു 10 മിനിറ്റ് ആകുമ്പോഴത്തേനും അവർ ഉറങ്ങിയിട്ടുണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് അങ്ങനെയല്ല, ഇന്ന് ഫോണുണ്ട്, പല മെറ്റീരിയൽസുകൾ എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, അതിൽ എൻഗേജഡായിട്ട് ക്ഷീണം പിടിച്ച് നമ്മളറിയാണ്ട് ഉറങ്ങിപ്പോകുന്ന സിറ്റുവേഷൻസാണ് ഇന്ന് മിക്ക വീടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നുള്ളതാണ്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ്, ടൈമിങ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഈ ഉറക്കം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഒന്നാമത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കോൺസെൻട്രേഷൻ തീരെ കിട്ടില്ല എന്നുള്ളത്. കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ മെമ്മറി ലോസ് നല്ല രീതിയിലുണ്ടായിരിക്കും, ഓർമ്മശക്തി ഒന്നും ഉണ്ടായിരിക്കില്ല, കോൺസെൻട്രേഷൻ കിട്ടില്ല, താല്പര്യമില്ല, പഠിക്കാനൊക്കെ താല്പര്യക്കുറവ് നല്ല രീതിയിലുണ്ടായിരിക്കും എന്നുള്ള. അപ്പോൾ അവർ നല്ല രീതിയിൽ ഉറങ്ങാൻ അയക്കണം. അതേപോലെ തന്നെ മുതിർന്നവരാണെങ്കിൽ എന്ത് ചെയ്യണം, നമുക്ക് നല്ല ഹാപ്പി ആയിട്ട് നല്ല എനർജറ്റിക് ആയിട്ട് ഈ കാര്യങ്ങൾ ചെയ്യണം, ഓഫീസ് കാര്യങ്ങൾ ചെയ്യണം, വീട്ടുകാര്യങ്ങൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഉറക്കം വളരെ വളരെ ഇമ്പോർട്ടൻ്റ്. എല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരും പോയിട്ട് ഉറങ്ങിയിട്ട് ഞാൻ ഉറങ്ങാമെന്ന് ഒരു വീട്ടമ്മ എന്ത് ചെയ്യണ്ട, ഇനി മുതൽ ചിന്തിക്കാൻ നിൽക്കേണ്ട, നിങ്ങളുടെ സമയത്ത് ഉറങ്ങാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. രണ്ടാമതൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഉറക്കം ശരിയായ രീതിയിൽ കിട്ടില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എന്ത് ചെയ്യും, ദേഷ്യം കൂടും എന്നുള്ളതാണ്. ചില ആളുകൾ പെട്ടെന്ന് ദേഷ്യപ്പെടുക, ആൻസൈറ്റി നല്ല രീതിയിൽ കൂടുക, ബേജാറ് കൂടുക, ഡിപ്രഷൻ നല്ല രീതിയിൽ കൂടുക, അങ്ങനെ മാനസികമായിട്ട് ചില സന്ദർഭങ്ങൾ മാനസികമായിട്ടുള്ള അസ്വസ്ഥതകൾ വരെ നല്ലോണം പിടികൂടും. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും ഇങ്ങനെയുള്ള ആളുകളുടെ ഒരു ക്യാരക്ടർ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ ബോഡിക്ക് നല്ല കാംനെസ് കൊടുക്കണം, നല്ല റെസ്റ്റ് കൊടുക്കണം, നന്നായിട്ട് ഉറങ്ങാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതേപോലെ ഉറങ്ങിയിട്ടില്ലെങ്കിലാണ് പൊണ്ണത്തടി വരിക, അല്ലെങ്കിൽ ഷുഗർ നല്ല രീതിയിൽ കൂടുക എന്നുള്ളത്. പെട്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കാതെ നമ്മൾ ചിലപ്പം ഈവൻ ഭക്ഷണം കൺട്രോൾ ചെയ്തിട്ട് മധുരമൊക്കെ ഒഴിവാക്കിയ ആളായിരിക്കും, പക്ഷേ ഷുഗർ വരാനുള്ള സാധ്യത വളരെ വളരെ രീതിയിൽ കൂടുതലാണ്. അത് മാത്രമല്ല ബോഡിയിൽ എന്ത് ചെയ്യും, നമ്മൾ ഉറക്കം കുറയുന്ന സമയത്ത് എന്ത് ചെയ്യാൻ സംഭവിക്കുന്നത്, ബോഡിയിൽ കോർട്ടിസോൾ എന്നുള്ള ഹോർമോൺ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യും, മറ്റു പല ഹോർമോൺ ഇംബാലൻസുകൾ നല്ല രീതിയിലുണ്ടായിരിക്കും, ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സ് നല്ല രീതിയിൽ കൂടും, പ്രോസൈറ്റോകൈൻസുകൾക്ക് നല്ലോണം കൂടും, ഇൻഫ്ലമേഷൻ പെട്ടെന്ന് വരാനുള്ള സാധ്യത കൂടും, ഇമ്മ്യൂണിറ്റി വീക്കായിട്ട് പോകും, അങ്ങനെ ശാരീരികമായിട്ട് വളരെ നല്ല രീതിയിൽ അസ്വസ്ഥതകൾ വരും എന്നുള്ളതാണ്. അതേപോലെ തന്നെ നമ്മൾ ഇതിന് കൂടെ ചേർത്ത് പറയേണ്ടതാണ്, ഹൃദയ സംബന്ധമായുള്ള അസുഖങ്ങൾ നല്ലോണം കൂടും. ഷുഗറിൻ്റെ കൂടെ തന്നെ ഉറക്കം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാർട്ടിന് എന്ത് ചെയ്യും, അതിൻ്റെ റിതത്തെ നല്ലോണം ബാധിക്കും, അരിത്മിയ പോലുള്ള പ്രശ്നങ്ങളുണ്ടായിരിക്കും, ഹാർട്ട് ബീറ്റിലൊക്കെ നല്ല മാറ്റങ്ങൾ വരും, മിടിപ്പിലൊക്കെ മാറ്റങ്ങൾ വരും. അതുപോലെ BP കൂടാൻ അത് കാരണമാകും എന്നുള്ളതാണ്. BP കൂടി കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായിട്ടും അത് കിഡ്നിയും കൂടെ ബാധിക്കും കേട്ടോ. അപ്പോൾ അത് നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്ന് ഈ ഒരു ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഇന്ന് ഇതില്ലാത്ത വീടുകളില്ല. ഒന്നുകിൽ അവന് നല്ല ടെൻഷൻ ഉണ്ടാകും, കാരണങ്ങളൊന്നുമില്ല, വെറുതെ ടെൻഷൻ ഉണ്ടായിരിക്കും. അതുപോലെ ഒന്നില്ലെങ്കിൽ വെറുതെ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുണ്ടാകുന്ന പെട്ടെന്നുണ്ടാകുന്ന രോഗങ്ങൾ, മാറാത്ത രോഗങ്ങൾ, ഇങ്ങനെ പല പ്രശ്നങ്ങളും സ്വാഭാവികം നമ്മുടെ ചുറ്റുവട്ടത്തുള്ളതാണ്. അപ്പോൾ ഇവരുടെ ഉറക്കം പ്രോപ്പർ ആണോ എന്നുള്ളത് എന്ത് ചെയ്യുക, നമ്മൾ നിർബന്ധമായിട്ടൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഒരു ദിവസം നമ്മൾ ഉറങ്ങാതിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഭയങ്കരമായിട്ടുള്ള ചേഞ്ചസുകൾ ഉണ്ടാകേണ്ടതുള്ളതാണ്. ബോഡി അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും, അതിൻ്റെ കംപ്ലീറ്റ് ആ ഒരു റിതം കംപ്ലീറ്റ് ചേഞ്ച് വരും എന്നുള്ളതാണ്. അപ്പോൾ
ആ സമയത്ത് ഒരു ദിവസം ഉറങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക, ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സ് ബോഡിയിൽ നല്ലോണം കൂടും, ഹോർമോണൽ ഇംബാലൻസിലൊക്കെ നല്ല മാറ്റം, ഹോർമോണൊക്കെ നല്ല ഇംബാലൻസ്ഡ് ആയിട്ട് പോകും, അവർ പ്രോപ്പർ വേ ഒക്കെ എന്ത് ചെയ്യും നഷ്ടപ്പെടും എന്നുള്ളതാണ്. അപ്പോൾ അത് സ്റ്റഡീസുകൾ, ഏറ്റവും ലേറ്റസ്റ്റ് സ്റ്റഡീസുകൾ എടുത്ത് നോക്കിയാൽ അങ്ങനെ തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ അത് നിർബന്ധമായിട്ട് ഒരു ദിവസം അല്ലേന്ന് കരുതിയിട്ട് നമ്മൾ ഇരിക്കരുത്. ഒരു ദിവസം ഉറക്കം കഴിഞ്ഞാൽ വലിയ പ്രശ്നം തന്നെയാണ്. അപ്പോൾ ഇനി ഇത് എങ്ങനെ നമുക്ക് നല്ലൊരു സ്ലീപ്പ് കിട്ടാൻ പറ്റും നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഒന്ന് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് എന്നും സമയത്തിന് ഉറങ്ങാൻ വേണ്ടി കിടക്കുക എന്നുള്ളതാണ്. ഒന്ന് നമ്മൾ ഉറങ്ങാൻ വേണ്ടി തയ്യാറായി കിടക്കുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ ദിവസവും നമ്മളൊരു സമയം നമ്മൾ നിശ്ചയിക്കണം. ഞാൻ ഒരു 9 മണിയാകുന്ന സമയത്ത് നിശ്ചയമായിട്ട് എൻ്റെ വർക്കുകളും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് കറക്റ്റ് ബെഡിലേക്ക് ഉറങ്ങാൻ വേണ്ടി പോകും എന്നുള്ള ഒരു സമയം വെക്കുക. അതേപോലെ എന്നും രാവിലെ ഒരു 5 മണി 6 മണിയുടെ സമയത്ത് ഞാൻ നേരത്തെ എഴുന്നേൽക്കും എന്നുള്ള ഒരു കറക്റ്റ് ടൈം പീരീഡ് വെക്കുക എന്നുള്ള. അപ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യും, ബോഡിയിൽ ഒരു കറക്റ്റ് ടൈം പീരീഡ് സ്ലീപ്പിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യും. അത് മെയിൻറ്റെയിൻ ചെയ്ത് നോക്കാനും ബോഡിയും ശ്രമിക്കും. അതിനനുസരിച്ച് നമുക്ക് ആ സമയമാകുമ്പോൾ കറക്റ്റ് ഉറക്കം കിട്ടാനും സഹായിക്കുന്ന. ഈവൻ നിങ്ങൾക്ക് ഇപ്പോൾ ഉറക്കം കിട്ടാത്ത ആളുകളായിരിക്കും എങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യണം, ഉറങ്ങാൻ വേണ്ടിയിട്ട് സമയം ഇനി മുതൽ എന്ത് ചെയ്യുക, ക്രമീകരിക്കുക എന്നുള്ളതാണ്. രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഉറങ്ങാൻ പോകുന്ന സമയത്ത് അതിന് മുന്നോടിയായിട്ട് ഈവൻ 1 മണിക്കൂറെങ്കിലും മിനിമം മുന്നോടിയായിട്ട് എല്ലാ സ്ക്രീനുകളും ഓഫാക്കണം. അത് TV ആകട്ടെ, ലാപ്പാകട്ടെ, ടാബ്ലറ്റ് ആകട്ടെ, ഈവൻ മൊബൈൽ ഫോൺ ആണെങ്കിൽ പോലും നമ്മൾ കംപ്ലീറ്റ് ഓഫാക്കണം. ഈവൻ 1 to 1 മണിക്കൂറെങ്കിലും മുമ്പ് നമ്മൾ കംപ്ലീറ്റ് ഓഫാക്കണം. അത് നമ്മൾ റീല് കണ്ടിട്ട് ഇങ്ങനെ കിടക്കുകയാണ് അല്ലെങ്കിൽ മെസ്സേജ് അയച്ച് ഇങ്ങനെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ണിലേക്ക് എന്ത് ചെയ്യും, ബ്ലൂ ലൈറ്റ് ഉണ്ടല്ലോ, ആ ലൈറ്റ് നല്ലോണം വന്നിട്ടുണ്ടെങ്കിൽ ബോഡി എന്ത് ചെയ്യും, മെലാറ്റോണിൻ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ പ്രൊഡക്ഷൻ കുറക്കുന്നുള്ളതാണ്. കാരണം ഈ നമുക്ക് നല്ല രീതിയിൽ ഉറങ്ങണമെന്നുണ്ടെങ്കിൽ മെലാറ്റോണിൻ ബോഡിയിൽ ഒന്ന് പ്രൊഡ്യൂസ് ചെയ്യണം. അതാണ് ബോഡിക്ക് കിട്ടേണ്ട സിഗ്നൽ. അപ്പോൾ നമ്മുടെ സ്ക്രീന് നമ്മൾ നല്ലോണം ചൂസ് ചെയ്യുന്നുണ്ട്, ഫിലിംസ് കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ റീല് കണ്ടുകൊണ്ടിരിക്കുക, അങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ബോഡി എന്താ സെൻസ് ചെയ്യുക, ബ്രെയിൻ എന്താ സെൻസ് ചെയ്യുക, ഇപ്പോഴും ലൈറ്റ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, മെലാറ്റോണിൻ പ്രൊഡക്ഷൻ ടൈം ആയിട്ടില്ല, ഹോർമോൺ പ്രൊഡക്ഷൻ ടൈം ആയിട്ടില്ല എന്നുള്ള ആ ഒരു ഇതാണ് കൊടുക്കില്ല. അപ്പോൾ അതങ്ങനെ ഒരിക്കലും ഉണ്ടാകരുത്. ഉറങ്ങാൻ പോകുന്നതിന് മുന്നോടിയായിട്ട് 1 മണിക്കൂർ മുമ്പെങ്കിലും എല്ലാ സ്ക്രീനുകളും ഓഫ് ആക്കിയിട്ട് തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ ഉറങ്ങാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. മൂന്നാമത് ശ്രദ്ധിക്കാനുള്ളത് കഫേന്, ചായ കുടിക്കുക, കട്ടൻ ചായ കുടിക്കുക, ചായ കുടിക്കുക, അതേപോലെ തന്നെ കോഫി കുടിക്കുന്ന ശീലമുണ്ടല്ലോ, ഈവൻ ഒരു 5 മണിയുടെ മുമ്പെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, അത് നിർത്തണം. രാത്രി സമയത്ത് ചായ കുടിക്കുക അല്ലെങ്കിൽ കോഫി കുടിച്ച് പോകരുത്. നിങ്ങൾക്ക് ഇൻസോംനിയ വരും, ഉറക്കമില്ലാത്ത അസ്വസ്ഥതകൾ വരും, BP കൂടാനുള്ള സാധ്യതയുണ്ട്, അരിത്മിയ വരാനുള്ള സാധ്യത കൂടുതലായിട്ട് കുടിച്ചിട്ടുണ്ടെങ്കിൽ നല്ലോണം വരും. അപ്പോൾ അത് നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഉറങ്ങുന്നതിന് മുന്നോടി ഒരു 3 മണിക്കൂർ 4 മണിക്കൂർ മുന്നോടിയായിട്ട് ചായ കുടിക്കുന്ന ശീലങ്ങൾ, കോഫി കുടിക്കുന്ന ശീലങ്ങൾ നിർബന്ധമായിട്ടും അവിടെ നിർത്തി വെക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഉറങ്ങുന്നതിന് മുന്നോടിയായിട്ട് എന്ത് ചെയ്ത് ഹെവി മീൽസ് കഴിക്കരുത്. ഇന്ന് മിക്ക ആളുകളും രാത്രി ഔട്ടിങ്ങിന് പോകും, നല്ല ബിരിയാണിയോ കുഴിമന്തിയോ അങ്ങനെ എന്തെങ്കിലും ഹെവി ഫുഡുകൾ കഴിച്ച് വന്ന് കിടക്കുന്നൊരവസ്ഥ വരുന്നുണ്ട്. അത് ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻസ് നല്ലോണം ഉണ്ടാകും, അതുപോലെ ഇൻസുലിൻ സ്പൈക്ക് നല്ലോണം ഉണ്ടായിരിക്കും. അതേപോലെ തന്നെയാണ് ഈ പറഞ്ഞതുപോലെ ഉറക്കം നമുക്ക് ഡിസ്റ്റർബ്ഡ് ആകാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ നെഞ്ചിരിച്ചിൽ വരിക, ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ, ഇങ്ങനെ പല തരത്തിൽ അസ്വസ്ഥതകൾ എന്ത് ചെയ്യും രാത്രി സമയത്ത് വരുന്നുള്ളത്. അപ്പോൾ രാവിലെ എണീക്കുമ്പോൾ നല്ല ക്ഷീണം ഉണ്ടായിരിക്കും, മാത്രമല്ല പിന്നീട് പൊണ്ണത്തലേക്ക് അത് വീണ്ടും നയിക്കുന്നുള്ളത്. അപ്പോൾ ഹെവി മീൽസ് ഒരിക്കലും കഴിക്കരുത്. സിമ്പിളായിട്ട് എപ്പോഴും പെട്ടെന്ന് ഡൈജസ്റ്റ് ആകുന്ന രീതിയിൽ ഭക്ഷണം കഴിക്കാം. അതും തന്നെ കിടക്കാൻ പോകുന്നതിന് ഒരു 2 മണിക്കൂറെങ്കിലും മുമ്പ് നിങ്ങൾ കഴിക്കണം. കാരണം ഉറങ്ങുന്നത് എപ്പോഴും എന്തായിരിക്കണം, നമ്മുടെ ബോഡിയിൽ ഭക്ഷണം കുറച്ചൊക്കെ ദഹിച്ച് പ്രോപ്പറായിട്ട് ദഹനം നടന്നിട്ടുള്ള ഒരവസ്ഥയിലായിരിക്കണം നമ്മൾ കിടക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ അത് നിർബന്ധമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക, ഹെവി മീൽസ് ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതേപോലെ നമ്മൾ കിടക്കുന്ന ഒരു സ്പേസ് ഉണ്ടല്ലോ, ആ ഒരു ഏരിയ ഓവർ ഹീറ്റ് ആകരുത്, അതേപോലെ ഓവർ കോൾഡ് ആകരുത്. ഒരു നോർമൽ ഒരു നല്ല കാംനെസ് കിട്ടുന്ന ഒരു ടെമ്പറേച്ചർ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കാം. അതുപോലെ AC കംപ്ലീറ്റ് ഇടണമെന്നില്ല, നമ്മൾ ഉറങ്ങുന്നതിന് മുന്നോടിയായിട്ട് ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും റൂമൊന്ന് തണുപ്പിച്ചിട്ട് എന്ത് ചെയ്യുക, കിടക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. അതേപോലെ തന്നെ നമ്മൾ ഉറങ്ങാൻ പോകുന്ന സ്പേസ് അതെന്ത് ആയിരിക്കണം, നല്ല വൃത്തിയും നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം. എന്തെങ്കിലും ബാഡ് സ്മെല്ല് കാര്യങ്ങളൊന്നും ഉണ്ടാകരുത്. ചില പുക വലിച്ചിട്ടൊക്കെ പോയിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ സ്ലീപ്പ് ഡിസ്റ്റർബൻസ് നല്ലോണം ഉണ്ടാക്കുന്നതാണ്. അത് പുക വലിക്കുന്ന ആൾക്ക് മാത്രമല്ല, നമ്മുടെ കൂടെ ആരും കിടക്കുന്നുണ്ടെങ്കിൽ അവർക്കും കൂടെ എന്ത് ചെയ്യും, ഇത് നല്ല രീതിയിൽ ബാധിക്കും. അപ്പോൾ അത് നമ്മൾ നിർബന്ധമായിട്ട് ഒഴിവാക്കണം എന്നുള്ളതാണ്. അതുപോലെ ലൈറ്റായിട്ടുള്ള നമ്മളെ സ്മൂത്തായിട്ടുള്ള നല്ല കാംനെസ് കിട്ടുന്ന സ്മെല്ലുകൾ ഉണ്ടായിരിക്കും, അതൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ ആ ഒരു റൂമിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഉറക്കം ഒന്നുകൂടെ സ്മൂത്തായിട്ട് കിട്ടാൻ ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഉറങ്ങുന്നതിന് മുന്നോടിയായിട്ട് ചെറിയ രൂപത്തിൽ
കുളിക്കുകയാണ്, വാഷ് ചെയ്യുകയാണ്, ഒന്ന് ശരീരം ഒന്ന് കഴുകുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഉറക്കം കിട്ടാൻ സഹായിക്കും. ഒന്നുമല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കാലെങ്കിലും കഴുകണം എന്നാണ്, മിനിമം എന്ത് ചെയ്യണം, ഫുട്ടെങ്കിലും കഴുകണം എന്നുള്ളതാണ്. നമുക്ക് നെർവ്സിന് നെർവ്സ് എന്ത് ചെയ്യും, കാംനെസ് ഉണ്ടാക്കാനും ഉറക്കം കിട്ടാനും എന്ത് ചെയ്യും, നല്ല രീതിയിൽ അത് സഹായിക്കും എന്നുള്ളതാണ്. അതിന് കൂടെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫോൺ എന്ത് ചെയ്യരുത്, ഒരിക്കലും നമ്മുടെ ബെഡിൻ്റെ അടുത്ത് വെക്കരുത്. കാരണം നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യും, നെറ്റൊക്കെ ഓണാക്കുകയാണെങ്കിൽ പറയുക വേണ്ട, കാരണം ഇടയ്ക്ക് വൈബ്രേഷൻസ് വരും, മെസ്സേജസ് വരും, റിങ് വരും. അപ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും എടുക്കാനുള്ള ടെൻഡൻസി ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈവൻ സൈലൻറ്റ് മോഡിലാണെങ്കിൽ പോലും വൈബ്രേഷൻ ഓൺ ആണെന്നുണ്ടെങ്കിലും നമ്മൾ എടുത്തു പോകും. അപ്പോൾ അതുകൊണ്ട് നെറ്റ് ഓഫാക്കി വെക്കുക. അതുപോലെ തന്നെ ഫോൺ വിദൂരത്താക്കി കുറച്ച് ദൂരത്ത് വെക്കാൻ പരമാവധി നമ്മൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഉറങ്ങാൻ പോകുന്നതിന് മുന്നോടിയായിട്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ നല്ല ഒരു കാംനെസ് കിട്ടും, ഉറങ്ങാൻ സഹായിക്കും എന്നുള്ളതാണ്. ഇത് ഒരു ദിവസം കൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടില്ല എന്നുള്ളത്. കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ മാസങ്ങളോ വർഷങ്ങളൊക്കെ ആയിട്ട് ഉറക്കം കിട്ടാത്ത ആളുകളായിരിക്കും. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾ കുറച്ച് എന്ത് ചെയ്യണം, ഈ ഒരു ശീലങ്ങൾ തുടരണം. അപ്പോൾ എന്ത് ചെയ്യും, മെല്ലെ മെല്ലെ ബോഡി ആ ഒരു സമയത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വരാനും ഉറക്കത്തെ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ്. ഇനി നിങ്ങൾക്ക് കുറച്ചൊരു ടിപ്സും കൂടെ ഞാനൊന്ന് പറഞ്ഞുതരാം. ഉറങ്ങാൻ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഒന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ നല്ല പാല് കുടിക്കുന്നത് നല്ലതാണ്. പാല് ഹണിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേർത്ത് മധുരം എന്തെങ്കിലും ചെറിയ രൂപത്തിൽ ലൈറ്റായിട്ട് ചേർത്തിട്ട് കുടിക്കുകയാണെങ്കിൽ നല്ലതാണ്. അത് ഈ പറഞ്ഞതുപോലെ കാൽസ്യത്തിന് ഇതൊക്കെ പ്രസൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഈ പറഞ്ഞതുപോലെ മെലാട്ടോണിനും സെറോട്ടോണിനൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അത് കുടിക്കുന്നത് വളരെ ഉറങ്ങാൻ പോകുന്നതിൻ്റെ ഒരു അരമണിക്കൂറിന് ഒരു മണിക്കൂർ മുമ്പ് മിൽക്ക് കുടിക്കുക, പ്ലസ് കുറച്ചൊരു ഹണി ചേർത്തിട്ട് കുടിക്കുക എന്നുള്ളത്. രണ്ടാമത് കാമോമൈൽ എന്ന് പറയുന്ന ഒരു ഫ്ലവർ ഉണ്ട്, അത് ഇട്ടിട്ട് എന്ത് ചെയ്യുക, വെള്ളം തിളപ്പിക്കുക. അത് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഓവർ തോട്ട്സുകൾ, അതേപോലെ തന്നെ എക്സസ് ആയിട്ട് ഉണ്ടാകുന്ന ഒരു ഹൈപ്പർനെസ് നല്ല രീതിയിൽ ബോഡിക്കണിൽ അതൊക്കെ കുറയ്ക്കാനും നല്ല രീതിയിൽ സ്മൂത്ത് ആകാനും കാം ആകാനും സ്ലീപ്പ് കിട്ടാനും എന്ത് ചെയ്യും, അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ ജീരക വെള്ളം ഉണ്ടല്ലോ, ഒരു ഗ്ലാസ് ജീരക വെള്ളം ഉറങ്ങുന്നതിന് മുന്നോടിയായിട്ട് കുടിക്കുകയാണെങ്കിൽ അതും നമ്മൾ സ്റ്റൊമക്കിൻ്റെ പ്രശ്നമുള്ള ആളുകൾക്ക് ഗ്യാസിൻ്റെ പ്രയാസങ്ങൾ കുറയ്ക്കാനും ഉറക്കം സ്മൂത്താക്കാനും ഹെൽപ്പ് ചെയ്യും. അതേപോലെ നമുക്ക് ദിവസം വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, വെളിച്ചെണ്ണ ക്യാംഫർ ചേർത്തിട്ടുള്ള വെളിച്ചെണ്ണകൾ അങ്ങനെയുള്ള ഓയിൽസൊക്കെ ഉണ്ടെങ്കിൽ തലയിൽ നല്ല രീതിയിൽ അപ്ലൈ ചെയ്തിട്ട് നല്ല രീതിയിൽ വാഷ് ചെയ്ത് കളയുക. അത് എന്താ ഒരു കൂളിംഗ് എഫക്റ്റ് കിട്ടാനും ഉറക്കം കിട്ടാനൊക്കെ അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുമാത്രമല്ല, നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുന്നോടി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്ത് ചെയ്യുക, കൈകാലുകളൊക്കെ ഒന്ന് കഴുകുക. ഈവൻ ഒന്നെങ്കിൽ ബാത്ത് ചെയ്യുക, അത് നല്ലതാണ്. നല്ല തണുത്ത വെള്ളത്തിൽ വേണ്ട, നോർമൽ വാട്ടറാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്. കുളി കഴിഞ്ഞ് അല്ലെങ്കിൽ എന്ത് ചെയ്യുക, മുഖവും അതേപോലെ കാലുകളൊക്കെ കഴുകി വൃത്തിയായതിന് ശേഷം എന്ത് ചെയ്യുക, കിടക്കാൻ ശ്രദ്ധിക്കുക. അത് ബോഡിക്ക് നല്ല കാംനെസ് കിട്ടും, പെട്ടെന്ന് ഉറക്കം വരാൻ അത് നന്നായിട്ട് സഹായിക്കുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്ത് എക്സസൈസ്, ഡീപ്പ് ബ്രീത്ത് എക്സസൈസുകൾ നല്ല രീതിയിൽ ചെയ്യുക. പ്രാർത്ഥിച്ചിട്ടൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ ഈ പറഞ്ഞതുപോലെ കിടക്കാൻ ശ്രദ്ധിക്കുക. അത് എന്തിനാണ് പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുന്നത്, ബോഡി കാമായി വരാനാണ്. അത് കാരണം നമ്മൾ അതുവരെയും നമ്മൾ ഹൈപ്പറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നതാണ്. പിന്നീട് നമ്മൾ ഉറക്കിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറെടുക്കുന്നതിന് വേണ്ടിയിട്ട് ബോഡി എപ്പോൾ ഒരു കാംനെസ്സിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നതും ഇതുപോലെ ലൈറ്റ് എക്സസൈസ് ചെയ്യുന്നതും വളരെ നല്ലതാണ്. ഇനി അതേപോലെ നമ്മൾ എക്സസൈസിൻ്റെ വിഷയം പറഞ്ഞപ്പോഴാണ് ശ്രദ്ധിച്ചത്, നമ്മൾ എന്ത് ചെയ്യരുത്, ഒരിക്കലും അമിതമായിട്ട് എക്സസൈസ് ചെയ്യരുത്. നമ്മൾ ഈവൻ എക്സസൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 4 മണിക്കൂറെങ്കിലും മുമ്പ് എന്ത് ചെയ്യുക, ഉറങ്ങുന്നതിന് മുന്നോടിയായിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം അഡ്രിനാലിൻ എന്നുള്ള ഹോർമോൺ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉറക്കം ഇംബാലൻസ് ആയിട്ട് പോകും. അപ്പോൾ ലൈറ്റായിട്ടുള്ള എക്സസൈസുകൾ, സ്ട്രെച്ചിങ്ങൾ, കാര്യങ്ങൾ പരമാവധി ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഇതൊക്കെ ശരിക്കും നമ്മൾ നോക്കേണ്ടതാണ്. അതിന് കൂടെ തന്നെ സ്ട്രെസ്സ് കൂടുതൽ വരുന്നതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, മാനേജ് ചെയ്യാൻ ശ്രദ്ധിക്കുക എന്നുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കറക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏത് ഉറങ്ങാത്ത ഒരാളാണെങ്കിലും കൂടുതൽ മെഡിസിൻ ഒന്നും ഇല്ലാതെ കൂടുതൽ സപ്ലിമെൻ്റ് ഒന്നും കഴിക്കാത്തതിന് എന്ത് ചെയ്യും, നല്ല ബെസ്റ്റ് ഡീപ്പായിട്ടുള്ള സ്ലീപ്പ് തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ ഇതിലെന്തെങ്കിലും സംശയങ്ങളുണ്ട്, എന്തെങ്കിലും കൂടുതലൊക്കെ അറിയാനൊക്കെ താല്പര്യമുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം, താഴെ തന്നുള്ള നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമുക്കിനി മറ്റൊരു ഇഷ്യൂമായി ബന്ധപ്പെട്ടിട്ട് വീണ്ടും കാണാം. താങ്ക് യു.